നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ ദിവസം ഉപയോഗിക്കുന്ന ആപ്പുകളായ ആമസോൺ, ഗൂഗിൾ, ആപ്പിൾ ഇവയെല്ലാം നമ്മളുടെ ജീവിതത്തിന്റെ വലിയൊരു ഭാഗമാണ്. ഗൂഗിളിൽ സെർച്ച് ചെയ്യാതെ ഒരു ദിവസം പോലും കടന്നു പോകില്ല. ആമസോണിൽ നിന്ന് എന്തെങ്കിലും ഓർഡർ ചെയ്യാത്തവരായി നമ്മളിൽ ആരും തന്നെ കാണില്ല. പക്ഷേ ഒരു രസകരമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോടിക്കണക്കിന് ആളുകൾ ഈ കമ്പനികളുടെ സേവനം യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും പക്ഷേ ഇവയുടെ ഓഹരികൾ എത്ര പേര് സ്വന്തമാക്കുന്നുണ്ട്? വളരെ കുറച്ചു പേര് മാത്രം. പലരും വിചാരിക്കുന്നത് അമേരിക്കൻ കമ്പനികളിൽ നിക്ഷേപിക്കുക എന്നത് വളരെ പാടായുള്ള ഒരു കാര്യമാണെന്നാണ്. കുറെ പേപ്പർ വർക്കുകളും ഇന്റർനാഷണൽ ബാങ്ക് അക്കൗണ്ടും കൂടുതൽ തുകയും ഒക്കെ വേണമെന്നാണ് നമ്മൾ കരുതുക. എന്നാൽ അതിന്റെ ഒന്നും ആവശ്യം ഇപ്പൊ ഇല്ല. ഈ അടുത്താണ് ഞാൻ ധന്യന്റെ US സ്റ്റോക്സ് ആൻഡ് ETF ഫീച്ചേഴ്സിനെ കുറിച്ച് അറിഞ്ഞത്. ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഫ്രാക്ഷണൽ ഇൻവെസ്റ്റിംഗ് ആണ്. അതായത് ഒരു ഷെയർ മുഴുവനായി വാങ്ങണ്ട, നിങ്ങൾക്ക് വെറും $1 മുതൽ നിക്ഷേപം തുടങ്ങാം. അതായത് ചെറിയ രൂപ തൊട്ട് തന്നെ നിങ്ങൾക്ക് വലിയ കമ്പനികളുടെ ഉടമസ്ഥരാകാം. പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ സൗകര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം നമുക്ക് ധൻ ആപ്പിലൂടെ ചെയ്യാൻ സാധിക്കും. അക്കൗണ്ട് ആക്ടിവേഷൻ, ഫണ്ടിങ്, ഇൻവെസ്റ്റ്മെന്റ് ട്രാക്കിംഗ്, അങ്ങനെ എല്ലാം നമുക്ക് ഒരൊറ്റ ആപ്പിലൂടെ ചെയ്യാൻ സാധിക്കും. SIP-കൾ വഴി സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് നിക്ഷേപിക്കാനും സാധിക്കും. ഇതുകൊണ്ട് ഞാൻ പറയുന്നത് ഇന്ത്യൻ സ്റ്റോക്കുകളെക്കാൾ ബെറ്റർ അമേരിക്കൻ സ്റ്റോക്കുകൾ എന്നല്ല, പകരം നമ്മളുടെ പോർട്ട്ഫോളിയോ ഒന്ന് ഡൈവേഴ്സിഫൈ ചെയ്യാൻ ഇത് സഹായിക്കും. ഗിഫ്റ്റ് സിറ്റി IFSC റൂട്ടിൽ കൂടിയാണ് ഈ നിക്ഷേപങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് സുരക്ഷിതവും റെഗുലേറ്റഡുമാണ്. അപ്പം ആപ്പിളോ, ഗൂഗിളോ, ആമസോണോ പോലെയുള്ള കമ്പനികളിൽ എങ്ങനെ നിക്ഷേപിക്കണമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ധൻ ട്രൈ ഔട്ട് ചെയ്യണം. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം.